ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കേരളത്തിനൊപ്പം തന്നെ ഒരു സംസാര വിഷയമായിട്ടുള്ള ഒരു വിഷയമാണ് നമ്മുടെ വിജയ്ക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി ആവാനായിട്ട് സാധിക്കുമെന്ന്. ഈ ഒരു സമയത്ത് വിജയ്ക്ക് 234 മണ്ഡലങ്ങളിൽ 108 മണ്ഡലങ്ങളാണ് ഇപ്പോൾ വിജയിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ എന്തൊരു മനുഷ്യനാണല്ലേ ഈ പറയുന്ന. സർക്കാർ എന്നുള്ള സിനിമ അദ്ദേഹത്തിൻ്റെ കണ്ടിട്ടുണ്ടാവും. രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ഈ പറയുന്ന രാഷ്ട്രീയക്കാർ ജനങ്ങളോട് പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടാണ്ട് ഈ പറയുന്ന 234 മണ്ഡലങ്ങളിലും ഇലക്ഷന് ആളുകളെ വെച്ചുകൊണ്ട് അവിടെയൊക്കെ വിജയിപ്പിച്ചെടുക്കുന്ന ഒരു സിനിമയുണ്ട്. നിങ്ങൾ എത്ര പേര് കണ്ടു കാണുമെന്ന് അറിയില്ല, മിക്ക ആൾക്കാരും കണ്ടു കാണും. അപ്പോൾ ആ ഒരു സിനിമയെ കൃത്യമായിട്ട് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള രീതിയിലാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണെങ്കിലും ഈ പറയുന്ന 234 മണ്ഡലങ്ങളിൽ ഈ തമിഴ്നാട്ടിൽ ഏകദേശം 108 മണ്ഡലങ്ങളിലാണ് വിജയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന തമിഴ്നാട്ടിലെ 234 മണ്ഡലങ്ങളുടെ നേർപകുതിയിൽ വേണം, നേർപകുതിയിൽ ഒന്ന് കൂടുതൽ വേണം ഈ പറയുന്ന വിജയ്ക്ക് അവിടെ ചീഫ് മിനിസ്റ്റർ ആയിട്ടിരിക്കാനായിട്ട്. അപ്പോൾ ഏകദേശം 118ഓളം സീറ്റുകളാണ് ഈ പറയുന്ന തമിഴ്നാട് സർക്കാരിൽ 234 മണ്ഡലങ്ങളിൽ വിജയ്ക്ക് മുഖ്യമന്ത്രി ആവാനായിട്ട് വേണ്ടത്. അപ്പോൾ വിജയ്ക്കിന് മുഖ്യമന്ത്രി ആവാനായിട്ട് സാധിക്കുമോ എന്നുള്ള വലിയൊരു ചോദ്യചിഹ്നമാണ് ഇപ്പോൾ എല്ലാവരും കേട്ടുവരുന്നത്. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ഒരിക്കലും ഒന്നിക്കില്ല എന്ന് വിചാരിക്കുന്ന തമിഴ്നാട് സർക്കാരിലെ ഏറ്റവും ശക്തരായിട്ടുള്ള രണ്ട് പാർട്ടി AIDMKയും DMKയും ഒന്നിച്ചു മുന്നോട്ട് പോകാനായിട്ട് പോകുന്നു എന്നുള്ള രീതിയിലൊരു വാർത്ത കേൾക്കുന്നുണ്ട്. വിജയിനെ മുഖ്യമന്ത്രി ആക്കാതിരിക്കാനായിട്ട് ഈ രണ്ട് എതിർചേരിയിൽ നിൽക്കുന്ന രണ്ട് പാർട്ടിക്കാരും ഒന്നിക്കുന്നു എന്നുള്ള വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് കേൾക്കുന്നുണ്ട്. ഏകദേശം അത് പ്രാവർത്തികത്തിലേക്ക് വരാനായിട്ടുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. അവരതിനുള്ള പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മന്ത്രി സ്ഥാനം അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ ആ ഒരു ഭരണം അത് വിജയിൽ നിന്ന് കൈമാറി പോകും എന്നുള്ള കാര്യം ഇപ്പോൾ ഏകദേശം ഉറപ്പാണ്. കാരണം മറ്റൊന്നുമല്ല, ഈ പറയുന്ന AIDMK ഏകദേശം 70-ലധികം സീറ്റുകളുണ്ട്, DMKക്ക് 60-ലധികം സീറ്റുകളുണ്ട്. ഇവർ രണ്ടുപേരുടെയും സീറ്റുകൾ കൂട്ടി നോക്കുകയാണെങ്കിൽ ഏകദേശം 130 സീറ്റ് വരും. അപ്പോൾ ഈ രണ്ട് പാർട്ടികളും ഒന്നിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇവർക്ക് ഈ ഒരു മന്ത്രിസഭ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ വിജയുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഈ പറയുന്ന മുഖ്യമന്ത്രി ആവാനായിട്ട് സാധിക്കില്ല. പക്ഷേ വിജയ് ഗവർണറിനെ കണ്ടപ്പോൾ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള MLAമാരെ കൂട്ടുചേർത്തുകൊണ്ട്, അതായത് മറ്റുള്ള പാർട്ടികളെ കൂട്ടുചേർത്തുകൊണ്ട് ഈ പറയുന്ന 118 എന്നുള്ള നമ്പർ തീർച്ചയായിട്ടും അത് പൂർത്തീകരിക്കും എന്നുള്ള കാര്യം വിജയ് ഇപ്പോൾ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് വിജയുടെ പക്കലുള്ളത് 108 MLAമാരാണ്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന 10 പേരെ കൂടി വേണം, 5 പേരെ കൊടുക്കാമെന്ന് UDF സർക്കാർ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് 5 പേരെ കിട്ടുമ്പോൾ അത് ഏകദേശം 113 MLAമാരാവും. വീണ്ടും വേണം ഒരു 5 പേര്. ആ ഒരു 5 പേരെ കൂട്ടിച്ചേർക്കാനുള്ള ഓട്ടത്തിലാണ് നമ്മുടെ വിജയ്. ഈ പറയുന്ന രീതിയിൽ 5 പേരെ കൂടി കൂട്ടിച്ചേർത്ത് ആ ഒരു 118 എന്നുള്ള നമ്പർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വിജയ്ക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ചരിത്രമായി മാറും. ഈ പറയുന്ന വെറും 2 വർഷത്തെ എക്സ്പീരിയൻസ് മാത്രം രാഷ്ട്രീയത്തിലുള്ള ഒരു പാർട്ടി, ഇതുവരെയും ഒരു ഇലക്ഷനും നിൽക്കാത്തൊരു പാർട്ടി, ഇത്രയും മനോഹരമായിട്ട് ആ ഒരു പാർട്ടി ഇവിടെ വിജയിച്ച് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു മന്ത്രി പോലും ആകാത്ത അല്ലെങ്കിൽ ഒരു MLA പോലും ആകാത്ത വിജയ് നേരിട്ട് മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുമ്പോൾ അത് തീർച്ചയായിട്ടും എന്താണ് ഒരു അബ്സല്യൂട്ട് സിനിമ ആയി പോവുന്നത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും അതിനുള്ളൊരു ഭാഗ്യം വിജയ്ക്ക് ഉണ്ടാകട്ടെ. വേഗം തന്നെ ഒരു 5 MLAമാരെ കൂടി കൂട്ടുചേർത്തുകൊണ്ട് ഒരു മന്ത്രിസഭ ക്രിയേറ്റ് ചെയ്ത് മുഖ്യമന്ത്രി ആവാനായിട്ട് വിജയ്ക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം ഒരുപാട് വിഷണറി ഉള്ള ഒരു മനുഷ്യനാണിത്. കാരണം അദ്ദേഹത്തിൻ്റെ വിഷണറി പോണ ഒരു രീതി ഉണ്ട്. അതായത് സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് അല്ലെങ്കിൽ വെറും 69 സിനിമ കൊണ്ട് ഈ പറയുന്ന തമിഴ്നാട് ജനങ്ങളെ ഫുള്ള് തൻ്റെ കൈക്കല്ലാക്കാനും അവരായിട്ട് നല്ല രീതിയിൽ കണക്ട് ചെയ്യാനും അവരുടെ മുമ്പിൽ ഒരു ദൈവത്തെ പോലെ വന്ന് നിൽക്കാനും ഒക്കെ പറ്റുന്നതൊരു വലിയൊരു ഭാഗ്യമാണ്. ഇത് മറ്റുള്ള ഒരു ആക്ടേഴ്സിനും പറ്റുന്നൊരു കാര്യമൊന്നുമല്ല. ഇവിടെ മോഹൻലാൽ ആയാലും മമ്മൂക്ക ആയാലും ഏകദേശം 500ഓളം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ എന്ത് കാര്യം, അവർക്കൊക്കെ ഒരു പാർട്ടിയോട് കേട്ടിട്ടുണ്ടെങ്കിൽ 8 നില പൊട്ടെന്നുള്ള കാര്യം കൺഫേമാണ്. കാരണം അവരെയൊക്കെ നമ്മൾ മലയാളികൾ സിനിമ കാണുന്നത് ഒരു കോൺസെപ്റ്റ് അനുസരിച്ചിട്ടാണ്. ആ ഒരു സിനിമയുടെ കഥയാണ് ആ ഒരു സിനിമയെ വിജയിപ്പിക്കുന്നത്. പക്ഷേ തമിഴ്നാട് ജനങ്ങൾ ഈ ഒരു വിജയ് പടങ്ങൾ കാണുന്നത് വിജയ് എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി അവരുടെ ആ ഒരു സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയൊരു സ്ഥാനത്ത്, അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കണമെന്നുള്ളത് ആ ഒരു ജനങ്ങളുടെയും ആഗ്രഹമാണ്. എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സബലീകരിച്ചുകൊണ്ട് വിജയ്ക്ക് മുഖ്യമന്ത്രി ആവാനായിട്ട് സാധിക്കട്ടെ. എത്രയും പെട്ടെന്ന് 5 MLAമാരെ കൂടി തൻ്റെ കൂടെ കൂട്ടാനായിട്ടും സാധിക്കട്ടെ എന്ന്. ഞാൻ കേരളത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും വിജയുടെ സിനിമകൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ടും അല്ലെങ്കിൽ വിജയ് എന്ന ആക്ടറിനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടും അദ്ദേഹം ഈ ഒരു രാഷ്ട്രീയത്തിലേക്ക് വരാനെടുത്ത തീരുമാനത്തെയും അതുപോലെ തന്നെ അദ്ദേഹം ആ ഒരു തീരുമാനത്തിലേക്ക് വരാനെത്തിയ ചില സാഹചര്യങ്ങളെയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിലും ഈ പറയുന്ന വിജയ് അവിടെ മുഖ്യമന്ത്രിയായി കാണണമെന്നുള്ള
ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം എനിക്കുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കുക. താങ്ക്